ഹലോ റെയിൻബോസ്. ഇത് നമ്മുടെ ചാനലിലെ എത്രാമത്തെ ലോങ് വീഡിയോ ആണ് ചോദിച്ചാൽ മൂന്നാമത്തെയോ അതോ നാലാമത്തെ അങ്ങനെ കണ്ടോ. ഈ മിനി ബുക്ക് ഷെൽഫ് എങ്ങനെയുണ്ട് കാണാൻ? ഇത് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മയിലൊക്കെ കൂക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഇതിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റത്തിൽ വെച്ചാൽ അത് സെക്കൻഡത്തെ ഷെൽഫിലേക്ക് എത്തും, അതായത് ഉള്ളിക്കൂടെ അത് ഇറങ്ങിപ്പോരും. പിന്നെ അതിൻ്റെ ലുക്കും ഭയങ്കരമായിട്ട് പോയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, എല്ലാ ബുക്കും ക്ലീൻ ചെയ്യാം. ഇതിൽ ഒരുപാട് ബുക്കുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 സെൻറ്റിമീറ്റർ തൊട്ടിട്ട് 1.5 സെൻറ്റിമീറ്റർ വരെയുള്ള കുഞ്ഞു ബുക്കടക്കം ഇതിലുണ്ട്. ഈ ക്ലീനിങ്ങും ഭയങ്കര സാറ്റിസ്ഫൈങ് പരിപാടിയാണ്. ഞാൻ നോർമലി PDF ആയിട്ട് ബുക്ക് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ എത്രത്തോളം ബുക്ക് വായിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ പരിപാടിയാണ്. എത്രത്തോളം ബുക്ക് വായിച്ചു അത് പ്രിൻ്റ് എടുത്തിട്ട് മിനിയേച്ചറിൽ സെറ്റ് ചെയ്യാന്ന്. പിന്നെ ഇതിൽ ഞാൻ വായിക്കാനുള്ള ബുക്ക് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ, അതിൻ്റെ ബാക്കിലൊട്ടിച്ച് ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് പറിച്ച് വലിച്ചങ്ങ് എടുക്കുക. കാരണം അതൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയാണ്. ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കേട് വന്ന് പോയിട്ടുണ്ട്. ഉറുമ്പ് കടിച്ചിട്ടാണ് ഇത് ഈ കോലായിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി പണിയണമല്ലോ. അതിന് വേണ്ടി സാൻഡ് പേപ്പർ എടുത്തിട്ട് നല്ല രീതിയിൽ വരച്ചു. അതും പിന്നെ ഇംപെർഫെക്ഷൻസ് തോന്നുന്ന എല്ലാ സൈഡും വരച്ച് 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 ഒരു വരിയായി. എന്നിട്ടും അതങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. പിന്നെന്താ, ഒരു വഴി മാത്രമേ ഉള്ളൂ, അണ്ട് പൊട്ടിക്കുക, പുതിയത് സെറ്റാക്കുക. ഇത് പറിച്ച് വലിച്ചെടുത്തോണ്ടേ അതിൻ്റെ കുറച്ച് പശ കൊട്ടിരിക്കുന്നുണ്ടായിരുന്നു. എക്സാക്റ്റ് നൈഫ് എടുക്കുക, മുറിച്ച് ശരിയാക്കുക. പക്ഷേ ഇത് എത്രത്തോളം അളവിലാണ് ഉണ്ടാക്കിയത് ഞാൻ മറന്നുപോയി. പിന്നെ നോക്കിയപ്പോൾ ഒരു സ്കില്ലിൻ്റെ കറക്റ്റ് സൈസിൽ, അതായത് അത്രയും മടിച്ചാണ് ഞാൻ. അളവൊക്കെ എടുത്തിട്ട് ഒരേപോലെ മുറിക്കാമെന്ന് പറഞ്ഞാൽ നല്ലതാണല്ലോ. ഒരു സ്കെയിൽ വെച്ചിട്ട് അത് അളവായിട്ട് എടുക്കുക. ചെയ്ത സമയത്ത് ഒരു ചെറിയ പണി കിട്ടിയത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോം ബോർഡിൻ്റെ സൈസ് 3mm ആണ്. പക്ഷേ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് 4mm ആണ്. അതിൻ്റെ ഒരു വളവും ചെരിവൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഈ പശ വെച്ചൊട്ടിച്ച് പിന്നെ കളർ വൈറ്റിന് ആക്കാമെന്ന് വിചാരിച്ചു. പൊടി പിടിച്ചിട്ടുണ്ട്, പൊടിയല്ല കറ പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് മൊത്തം വൈറ്റ് പെയിൻ്റ് അടിച്ചേ. ഉള്ളിലും പുറത്തും സ്പഞ്ച് കൊണ്ട് അതിൻ്റെ സൈഡിലും എല്ലായിടത്തും അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പെയിൻറ്റിങ്ങും ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്, കൂടുതലൊന്നും ആലോചിക്കാണ്ട്. ആദ്യം ചെറിയ ബ്രഷ് എടുത്ത് അടിക്കാൻ തുടങ്ങി ഞാൻ. അവസാനമായപ്പോൾ സഹിയിട്ട് വലിയ ബ്രഷൊക്കെ എടുത്തിട്ട് അടിക്കൽ തുടങ്ങി. ഇതിലേറ്റവും കൂടുതലുള്ളത് ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ആനിമിയാണ്. ഇത് ആക്ച്വലി ഒരു കോമിക് ബുക്ക് പോലെ ഒരു ബുക്കാണ്, സീരീസാണ്. അതിൻ്റെ ഒരു 23 ബുക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മൊത്തം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആനിമി എനിക്ക് തോന്നുന്നത് സീസൺ 3 വരെ കണ്ടിട്ടുള്ളൂ. ഇനി ബാക്കി കാണാനുണ്ട്. എന്തായാലും പെയിൻ്റ് അടിച്ചപ്പോൾ നല്ല കുട്ടപ്പനായില്ലേ. ഇനി ആദ്യം പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വേണമല്ലോ. ഫസ്റ്റ് ഫ്ലോറിൽ വയ്ക്കുമ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തുന്ന ആ ഒരു പരിപാടി. അതിനുവേണ്ടി ഞാൻ ആകെ ചെയ്തത് അതിൻ്റെ ബാക്ക് സൈഡിൽ മൊത്തം ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു. ഈ ഒട്ടിക്കൽ ഒരു പണിയാണെങ്കിൽ പോലും ആ രണ്ടാമത് പീൽ ചെയ്തെടുക്കുന്നത് അതും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയാണ്. ഒട്ടിക്കുക പീൽ ചെയ്യുക, ഒട്ടിക്കുക പീൽ ചെയ്യുക, ഒട്ടിക്കുക പീൽ ചെയ്യുക. അങ്ങനെ മൊത്തം പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പറിച്ചെടുത്ത ആ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, ആക്ച്വലി ഇത് ബുക്ക് പൊതിയുന്ന പേപ്പറാണ്. അന്ന് എനിക്കതാണ് കിട്ടിയത്. അതുകൊണ്ട് അതിനെ ഞാൻ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ അമർത്തി അതിലൊന്ന് ഒട്ടിപ്പിടിച്ചൊന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പിന്നെ അന്ന് ചെയ്ത സമയത്ത് ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ മടക്കി ഒട്ടിച്ച് ഭയങ്കര വൃത്തിയേടാക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സൈഡ് മൊത്തം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ കാണാൻ കൊള്ളാമല്ലേ. വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചപ്പോൾ നൈസായിട്ടുണ്ട്. പിന്നെയാണ് ഈ വീഡിയോയിലെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈങ് പരിപാടി. ഓരോ ബുക്ക് എടുക്കുക, അതിൻ്റെ ഭംഗി നോക്കുക, എന്നിട്ടൊന്ന് ആലോചിക്കുക, എവിടെയെങ്കിലും കൊണ്ടുപോയി എടുത്ത് വയ്ക്കുക. ആദ്യം തന്നെ ഡീമൺ സ്ലെയർ ആ 23 ബുക്കാണ് നിരത്തി വെച്ച്. ഇങ്ങനെ ഒരു മിനി ലൈബ്രറി സെറ്റ് ചെയ്യുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമുക്കൊരു ബുക്ക് വായിക്കാനും നമ്മൾ വായിച്ച ബുക്കുകൾ അതിൽ സെറ്റ് ചെയ്യാനും നമ്മളെ കയ്യിലുള്ള അതിൻ്റെ മിനിയേച്ചർ സെറ്റപ്പ് നോക്കി സന്തോഷിക്കാനും പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബുക്ക് വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒരു മിനി ലൈബ്രറി സെറ്റാക്കി. അല്ലെങ്കിൽ കൊണ്ട് ഇപ്പോൾ വലിയ ലൈബ്രറി സെറ്റാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ഒരു ചെറിയത് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ. ചിലപ്പോൾ ഇത് കാണുന്ന എല്ലാവർക്കും ഇതങ്ങ് ദഹിച്ചോളണമെന്നില്ല, കാരണം റീഡിങ് ഈസ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ റൈറ്റ്. പക്ഷേ ഇത് ഭയങ്കര ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇങ്ങനെയും ഒരു ഷെൽഫ് ഇതാക്കുക. ഭയങ്കര ആൻഷ്യസ് ആണെന്നുണ്ടെങ്കിൽ 2 തട്ട് ഇട്ട് നിലത്തിടുക. നിലത്തിടുക മീൻസ് പൊട്ടിക്കല്ല, ആ ബുക്കൊക്കെ തള്ളിയിടുക. പിന്നെ ആ ബുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക. അപ്പോൾ ഭയങ്കര രസമാണ്. ഞാൻ 10th പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ബുക്ക് വായിച്ചത്. അതായത് നമുക്ക് പഠിക്കാനില്ലാത്ത ഇംഗ്ലീഷ് ബുക്ക്. അങ്ങനെ വായിച്ചു തുടങ്ങി ഞാൻ അവസാനം എൻ്റെ ഫേവറേറ്റ് കണ്ടുപിടിച്ചു. ഇറ്റ് എൻഡ്സ് വിത്ത് അസ്.
പിൻട്രസ്റ്റിൽ ബുക്ക് സജഷൻസ് നോക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുത്ത ബുക്കാണ്, അണ്ടർ റേറ്റഡ് ബുക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് PDF എടുത്ത് വായിച്ചു. ആദ്യമായിട്ടാണ് ഞാൻ വായിച്ച ബുക്ക് കാശ് കൊടുത്ത് പിന്നെ റിയൽ ബുക്കായിട്ട് വാങ്ങുന്നത്. ലവ് സ്റ്റോറീസൊക്കെ വായിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സാറ്റിസ്ഫൈഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ബുക്ക് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. സോ ഫ്യൂച്ചറിൽ അതും വായിക്കാമല്ലോ. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചില ബുക്ക്സ് രണ്ടെണ്ണമായിട്ട് കാണും. കാരണം ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് സെറ്റ് ചെയ്തതാണ്. അതായത് ഫസ്റ്റ് കുറച്ച് ബുക്ക് ഉണ്ടാക്കി വെച്ചു, പിന്നെ കുറച്ചുകൂടെ ബുക്ക് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കുറച്ച് ബുക്കുകളും പെട്ടിട്ടുണ്ട്. പിന്നെ സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം വെക്കാമല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഫൈനലി സെറ്റാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു ഷെൽഫ് മാത്രം ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നു. വീട്ടിലുണ്ടായിരുന്ന 2 ചെടി പറിച്ചിട്ട്, അതായത് പ്ലാസ്റ്റിക് ചെടി പറിച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്യൂട്ട് ക്രാബ് ഊട്ടനും പിന്നെ നമ്മുടെ മിനി മാഗ്നറ്റിക് കീ ചെയിൻ ഉണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ് കീ ചെയിൻ, അതുകൂടെ ഇതിൽ വെച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനത്തെ വെറൈറ്റി ക്രാഫ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടി ഒന്ന് പരിഗണിക്കുക. നമ്മൾ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോയിൽ മൊത്തം ഓഡിയോ കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. ഓൾവേസ് ബി യുവർ ഹാപ്പി സെൽഫ്.